ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഹാവൽസ് അല്ലെങ്കിൽ ലൂമിനസ് ഇതുപോലെ അദാനി ഇതുപോലുള്ള ബ്രാൻഡിലേക്ക് വരുമ്പം ഇതിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കമ്പനിയാണോ റോയ് ചേട്ടൻ്റെ ഫേമാണോ? അല്ല, ഇപ്പോൾ എനർജിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിരിക്കും ആദ്യം അത് അറ്റൻഡ് ചെയ്യുന്നത്. ഒരു സർവീസ് വന്നു കഴിഞ്ഞാൽ നമ്മളാണ് കസ്റ്റമറിന് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്, ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പ്രയോറിറ്റി. ഇപ്പോൾ ഇന്ന് പല കമ്പനികളും ചെയ്തു പോകണം. ഇപ്പോൾ EPCയുടെ നേരത്തെ ഒരു പ്രാധാന്യം പറഞ്ഞു, അവർ പറയും ഡയറക്റ്റ് കമ്പനി വാറണ്ടി തരുമെന്ന്. പക്ഷേ എങ്ങനെ മാനുഫാക്ചർ വാറണ്ടി? ഇതൊരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. ഒരു പാനൽ വയ്ക്കുന്നുണ്ട്, ഇൻവെർട്ടർ വയ്ക്കുന്നുണ്ട്, AC DB DC DB കേബിൾ സ്ട്രക്ചർ കണക്ടർ. ഇതിലൊരു ഫ്യൂസ് പോവാം, അല്ലെങ്കിൽ ഒരു കേബിൾ കത്തിപ്പോവാം, അല്ലെങ്കിൽ ഒരു കണക്ടർ ബേൺ ആവാം. ഇത് എങ്ങനെ വന്നാലും, അല്ലെങ്കിൽ ഒരു പാനലാവാം, ഇൻവെർട്ടർ ഏതാണെന്നുള്ള കണ്ടുപിടിക്കണം. ആദ്യമേ കണ്ടുപിടിക്കുകയും പിന്നെ അത് പോയി നോക്കിയതിനു ശേഷം വീണ്ടും ഇൻഫോം ചെയ്ത് ഇത് മാറിത്തരുമോ എന്നുള്ളത് ഉറപ്പുവരിക മാത്രമേ നമുക്ക് മാനുഫാക്ചറിനോടൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ ലീഡിംഗ് ആയിട്ടുള്ള പല ബ്രാൻഡുകളും ഉണ്ട്, ഏറ്റവും മേജർ ഷെയർ ഉള്ള. ഇവർക്ക് ആർക്കും ഒരു സർവീസ് എഞ്ചിനീയർ ഇവിടെ ഇല്ല. ഈ ആൾക്കാർ ഒരു ബ്രാൻഡ് ഇങ്ങനെ പറയും ഞാൻ അത് ചെയ്ത് ഇത് ചെയ്ത്. പക്ഷേ ടെക്നോളജിയിൽ ചിലപ്പോൾ അഡ്വാൻസ്ഡ്, പക്ഷേ സർവീസ് നമ്മൾ നോക്കണം. ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു 3200 വാട്ട് പാനൽ അല്ലെങ്കിൽ 3250 വാട്ട് പാനൽ ടോപ്പ് കോൺ ടെക്നോളജിയുള്ള ഇപ്പോൾ പല ബ്രാൻഡുകളുണ്ട്. അത് ഏത് വെച്ചാലും പ്രൊഡക്ഷനിൽ വലിയ വേരിയേഷൻ ഒന്നും വരില്ല. വളരെ ഇതാണ്, ചെറിയ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ വ്യത്യാസം, അല്ലാതെ ഇതിലൊരു ഭയങ്കര ഇതൊന്നും വ്യത്യാസങ്ങളോ ഒന്നും വരില്ല. ചിലപ്പോൾ ഒരു 1/2 യൂണിറ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു യൂണിറ്റിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ 365 യൂണിറ്റൊക്കെ അതിൻ്റെ ഒരു വേരിയേഷനിലൊക്കെ വരുള്ളൂ. അതിൽ വലിയ കാര്യമില്ല. സർവീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലക്ഷങ്ങൾ മുടക്കി ലോങ് ടൈം വാറണ്ടിയിൽ ചെയ്യുന്ന ഒരു കസ്റ്റമർ ചെയ്യുന്ന EPC ക്വാളിറ്റി ഉള്ളതാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. മിനിമം ഞാൻ പല വീഡിയോകളിലും പറയാറുള്ളത്, ഒരു 500-1000 സിസ്റ്റമെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ 5 വർഷമോ 10 വർഷമോ എക്സ്പീരിയൻസ് ഉള്ള ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ സജഷൻ. എന്ന് വെച്ചാൽ ഇപ്പോഴ് ഈ 1400 പേരുടെ പറഞ്ഞതിൽ ഒരു വർഷം 2 വർഷം ആയിട്ടില്ല ഇതിൽ 1200 കമ്പനികൾ വന്നിട്ട്, 1000-ന് മുകളിൽ കമ്പനികൾ. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. ഇവർ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എത്ര നാൾ നിൽക്കും. ഇത് കൂടാതെ ഇപ്പം നമുക്ക് സർവീസ് വരുന്ന ഈ കമ്പനികളുടെ പേര് പറയുന്നത്, ആ കമ്പനികൾ തുടങ്ങിയിട്ട് 1 വർഷം പോലും ആവാത്ത നിർത്തിപ്പോയത് ഒരുപാട് പേരുണ്ട്. അവർ ചിലപ്പോൾ 25-30 സിസ്റ്റം ചെയ്ത ആൾക്കാരുടെ ഒരു അവസ്ഥ, അവർക്ക് ആ സമയത്ത് കിട്ടുന്ന 5000-10,000 കിട്ടിക്കഴിഞ്ഞാൽ ദേ ആർ ഹാപ്പി. ഒരു മാസം ഒരു 5 സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിപ്പം ഒരിടത്തൊരു ജോലിക്ക് പോകുമ്പോൾ ഒരു 25,000-30,000 കൂടുതൽ കിട്ടുന്ന ഒരു 50,000 കിട്ടുമായിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യം അവർ ആലോചിക്കത്തില്ല. അതാണ് കസ്റ്റമർ ഏറ്റവും വലിയൊരു കുഴിയിലോട്ടാണ് അവർ പോണത്. അത് പ്രത്യേകിച്ച് സാധാരണപ്പെട്ടവൻ.